രാജ്യത്ത് ഖാലിസ്ഥാൻ ഭീകരരുടെ സാന്നിധ്യം തുറന്നു സമ്മതിച്ച് കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ. ഭാരതം കാനഡ നയതന്ത്ര സംഘർഷം തുടരുന്നതിനിടെയാണ് ട്രൂഡോയുടെ തുറന്നുപറച്ചിൽ. ആദ്യമായാണ് രാജ്യത്ത് ഖാലിസ്ഥാൻ ഭീകരരുണ്ടെന്ന് ട്രൂഡോ അംഗീകരിക്കുന്നത്. സുരക്ഷ ഉറപ്പാക്കാനാവില്ലെന്ന് അറിയിച്ചതിനെ തുടർന്ന് കാനഡയിലെ കോൺസുലർ ക്യാമ്പുകൾ റദ്ദാക്കിയിരിക്കുകയാണ് ഭാരതം. ആദ്യമായാണ് കാനഡയിൽ ഖാലിസ്ഥാൻ ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന് പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ തുറന്നു സമ്മതിച്ചത്. ഒട്ടാവയിലെ പാർലമെന്റ് ഹില്ലിൽ നടന്ന ദീപാവലി ആഘോഷത്തിനിടെയാണ് ട്രൂഡോയുടെ പരാമർശം. കാനഡയിൽ ഖാലിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ഒട്ടേറെ പേരുണ്ടെന്നാണ് ട്രൂഡോ പറഞ്ഞത്. എന്നാൽ സിഖ് സമൂഹം പൂർണ്ണമായും അങ്ങനെയല്ലെന്നും ട്രൂഡോ കൂട്ടിച്ചേർത്തു. മോദി സർക്കാരിനെ പിന്തുണയ്ക്കുന്നവരും ഇവിടെയുണ്ട്. എന്നാൽ കനേഡിയൻ ഹിന്ദുക്കൾ മുഴുവൻ അങ്ങനെയല്ലെന്നും ട്രൂഡോ പറഞ്ഞു. ഖാലിസ്ഥാനെതിരെ ഇന്ത്യയിൽ നിന്നും കാനഡയിലെ ഹിന്ദു സമുദായത്തിൽ നിന്നും ശക്തമായ എതിർപ്പുയർന്ന സാഹചര്യത്തിലാണ് ജസ്റ്റിൻ ട്രൂഡോ ഇത്തരത്തിലൊരു പ്രതികരണം നടത്താൻ നിർബന്ധിതനായത്. നവംബർ 3-ന് ഖാലിസ്ഥാൻ അനുകൂലികൾ കാനഡയിലെ ബ്രാംപ്ടണിൽ ഹിന്ദു ക്ഷേത്രം ആക്രമിച്ച സംഭവത്തിന് ശേഷമായിരുന്നു കാനഡ പ്രധാനമന്ത്രിയുടെ ഈ പ്രതികരണം. ഹിന്ദു ക്ഷേത്രത്തിന് നേരെയുണ്ടായ ഖാലിസ്ഥാൻ ആക്രമണത്തിൽ ഒരു ഖാലിസ്ഥാൻ നേതാവ് കൂടി അറസ്റ്റിലായിട്ടുണ്ട്. ഭാരതത്തിലെ നിരോധിത സംഘടനയായ സിഖ്സ് ഫോർ ജസ്റ്റിസിന്റെ സജീവ പ്രവർത്തകനായ ഇന്ദർജീത് ഗോസാലിനെയാണ് കനേഡിയൻ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊല്ലപ്പെട്ട ഖാലിസ്ഥാൻ നേതാവ് ഹർദീപ് സിംഗ് നിജ്ജറിന്റെ സഹായിയാണ് ഇന്ദർജീത്. സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ശനിയാഴ്ച അർദ്ധരാത്രിയായിരുന്നു സറയിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിന് നേരെ ഖാലിസ്ഥാൻ ആക്രമണമുണ്ടായത്. ഭക്തർക്ക് നേരെയും ആക്രമണമുണ്ടായി. കൈയും വടിയും ഉപയോഗിച്ച് ആളുകൾ ഏറ്റുമുട്ടുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. സംഭവത്തിൽ ഭാരതം അപലപിച്ചിരുന്നു. ഇന്ത്യാവിരുദ്ധ നിലപാടുകളുടെ ഉത്തമ ഉദാഹരണമാണ് സംഭവമെന്നും ഒട്ടാവയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് പ്രതികരിച്ചു. ആക്രമികളെ ശിക്ഷിക്കണമെന്നും സുരക്ഷ ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് കാനഡയിലെ ഹിന്ദു സമൂഹവും സംഭവത്തിൽ പ്രതിഷേധിച്ചിരുന്നു. സുരക്ഷ ഉറപ്പാക്കാനാവില്ലെന്ന് കാനഡ അറിയിച്ചതോടെ കാനഡയിലെ കോൺസുലർ ക്യാമ്പുകൾ റദ്ദാക്കിയിരിക്കുകയാണ് ഭാരതം. ടൊറന്റോയിൽ വെച്ച് നടക്കാനിരുന്ന കോൺസുലർ ക്യാമ്പ് ഇന്ത്യ റദ്ദാക്കിയതായി ടൊറന്റോയിലെ ഇന്ത്യൻ കോൺസുലേറ്റും അറിയിച്ചു. ലൈഫ് സർട്ടിഫിക്കറ്റ് പോലുള്ള അവശ്യ സേവനങ്ങളിൽ ഇന്ത്യൻ പൗരന്മാരെ സഹായിക്കുന്നതിനായി ഒട്ടാവയിലെ ഹൈക്കമ്മീഷനും വാൻകൂവറിലെയും ടൊറന്റോയിലെയും കോൺസുലേറ്റുകളും ഉൾപ്പെടെയുള്ള കാനഡയിലെ ഇന്ത്യൻ നയതന്ത്ര ദൗത്യ സംഘങ്ങൾ സംഘടിപ്പിക്കുന്ന പതിവ് പ്രവർത്തനങ്ങളാണ് കോൺസുലർ ക്യാമ്പുകൾ. ബ്രാംപ്ടണിലെ ക്യാമ്പിന് പുറത്ത് ഞായറാഴ്ച സംഘർഷം നടന്നിരുന്നു. ടൊറന്റോ കോൺസുലേറ്റ് നടത്താനിരുന്ന ക്യാമ്പും അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്നതിനാൽ റദ്ദാക്കി.